ശ്രീ ഷാബു പ്രസാദ്, കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് ബി.ജെ.പിയുടെ മുദ്രാവാക്യമാണ്. അതിനുവേണ്ടി എന്തും ചെയ്യാം, അതിനുവേണ്ടി ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ കേരളത്തിൽ നടത്താൻ ഒരുങ്ങുകയാണോ ബി.ജെ.പി? എന്തായാലും പരാജയപ്പെടാൻ പോകുന്നത് UDF ആണെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞതിൽ എങ്ങനെയാണ് ചേർത്ത് വായിക്കേണ്ടത്? പരാജയപ്പെടാൻ പോകുന്നത് UDF ആണ് എന്ന് മനസ്സിലാക്കാൻ വെറും സാമാന്യ ബോധം മാത്രം മതി. ഒന്ന്, ഇവർ ഇനി ഭാരതം ഈ രാജ്യം ഭരിക്കാൻ പോകുന്നില്ല എന്ന ഒരു പൊതുവികാരം ഇവിടെയുണ്ട്. അങ്ങനെയുള്ളവരെ ജയിപ്പിച്ചു വിട്ടിട്ട് എന്ത് കാര്യം എന്നുള്ള ഒരു സംഭവം. പിന്നെ 19 MP-മാർ ഈ കഴിഞ്ഞ 5 വർഷം പാർലമെന്റിലുണ്ടായിരുന്നു. അവരുടെ ഒരു സ്കോർ കാർഡ് ഇവിടെയുണ്ട്, അവരുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിലുണ്ട്. അവിടെ പോയിരുന്ന് ബഹളം വെക്കാനും കൈവെക്കാനുമല്ലാതെ അവിടെ ഒരു പാർലമെന്റിൽ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ രണ്ട് വാക്ക് പറയാൻ അറിയാവുന്ന ഇവിടുന്ന് പോയ ഒരു MP-മാരിൽ ഉള്ള ഒരേ ഒരു MP പ്രേമചന്ദ്രൻ മാത്രമാണ്. അല്ലാതെ ഇവരെന്താണ് പാർലമെന്റിൽ ഈ 5 വർഷം കാണിച്ചു കൂട്ടിയത് എന്നുള്ളതിന്റെ കൃത്യമായ പ്രോഗ്രസ് റിപ്പോർട്ടും അതിന്റെ കാര്യങ്ങളും ജനങ്ങളുടെ മുമ്പിലുണ്ട്. 3, UDF-നെ കാലാകാലങ്ങളായി പിന്തുണച്ചുകൊണ്ടിരുന്ന ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, ആ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് LDF അങ്ങനെ തന്നെ മാന്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അതാണ് അവരെ 2021 തുടർ ഭരണത്തിലേക്ക് LDF-നെ എത്തിച്ചത്. ന്യൂനപക്ഷ വോട്ട് ബാങ്ക്, പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് ബാങ്ക് ഇപ്പോൾ LDF-ന്റെ ഒപ്പമാണ്. ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് വളരെ വലിയ തോതിൽ BJP അതിലേക്ക് കടന്നു കയറിയിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ പരമ്പരാഗതമായ വോട്ട് ബാങ്കുകളെല്ലാം തകർന്നു. ഇത്രയും യാഥാർത്ഥ്യങ്ങൾ ഒരു നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ UDF ഇവിടെ തോൽക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ വെറും സാമാന്യ ബോധം മാത്രം മതി. മറ്റൊന്ന്, ഇവിടെ 10 ഇപ്പം 2016 മുതൽ ഇപ്പോൾ വരെ, ഇന്നേ നിമിഷം വരെ UDF പ്രതിപക്ഷത്താണ്. ഒരു പ്രതിപക്ഷ ധർമ്മം എന്നുള്ള നിലയിൽ അവർ എന്താണ് ഈ നാട്ടിൽ ചെയ്തത്? ഈ ശ്രീമതി കോൺഗ്രസിന്റെ പ്രതിനിധി അവർ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. കൊടിയ അഴിമതിയും ദുർഭരണവുമാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ അഴിമതിയെയും ഇതുപോലെയുള്ള കെടുകാര്യസ്ഥതയെയും അത് വേണ്ട വിധത്തിൽ രാഷ്ട്രീയമായി ജനങ്ങളുടെ മുമ്പിലെത്തിച്ച് അതിനെ ഒരു വലിയ മുന്നേറ്റമാക്കി മാറ്റാനുള്ള ഒരു പ്രതിപക്ഷ ധർമ്മം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. BJP അല്ല ഇവിടുത്തെ പ്രതിപക്ഷം, BJPക്ക് ഒരു MLA പോലും ഇല്ല. ആ ധർമ്മത്തിലും ആ പ്രതിപക്ഷ ധർമ്മത്തിലും UDF-ഉം കോൺഗ്രസും അമ്പേ പരാജയം. അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധാരണ ഉണ്ടായിട്ടല്ല, അല്ല ഞാൻ ആ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധാരണ ഉണ്ടായിട്ടല്ല. അങ്ങനെയുള്ള അന്തർധാര ആരോപണങ്ങളൊക്കെ വെറുതെ. അപർണ, ഈ അന്തർധാര ആരോപണങ്ങൾ ഇവരെന്നും പരസ്പരം പറയുന്ന കാര്യമാണ്. എന്നും ഇവർ പരസ്പരം പറയുന്ന കാര്യമാണ് ഈ അന്തർധാര. ഒരു കാര്യം ഞാൻ പറയാം, BJP-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരോടും ഒരു രാഷ്ട്രീയ അയിത്തവുമില്ല. അവർ പറഞ്ഞത് സത്യമാണ്. ഇവിടെ പിണറായി വിജയൻ ആദ്യമായി MLA ആകും, അവിടെ പ്രചരണത്തിന് LK അദ്വാനി വന്നിട്ടുണ്ട്. സാങ്കേതികമായിട്ട് വേണമെങ്കിൽ പറയാം, അന്ന് BJP ഉണ്ടായിരുന്നില്ല, അത് ജനതാ പാർട്ടിയുടെ ഭാഗമായിരുന്ന ഇവരെ ജനസംഘം ജനതാ പാർട്ടിയിൽ ജനതാ പാർട്ടിയുടെ എന്നൊക്കെ നമുക്ക് തൽക്കാലം സാങ്കേതികമായിട്ടൊക്കെ പറയാമെങ്കിലും LK അദ്വാനി വന്നിട്ടുണ്ട്. LK അദ്വാനി അന്നും ഇന്നും എന്നും ഒരു 100% സംഘപരിവാറിന്റെ നേതാവാണ്. അതേപോലെ 1991 ഇവിടെ കോലീബി സഖ്യം എന്നിവർ പറയുന്ന അത് യാഥാർത്ഥ്യമായിരുന്നു. ഈ ബേപ്പൂരും വടകരയും അഡ്വക്കേറ്റ് രത്നസിംഗും ഡോക്ടർ മാധവൻകുട്ടിയും ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസ് ലീഗ് അതൊരു രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു. ആ രാഷ്ട്രീയ പരീക്ഷണം പരാജയപ്പെട്ടു എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അതിവിടെ നടന്നിട്ടുണ്ട്. അത് വളരെ ഓപ്പണുമായിരുന്നു. പിന്നെ ഇവർ ഈ അന്തർധാര എന്ന് പറയുന്നതിൻ്റെ അത് വേറൊരു കാര്യമുണ്ട്. ആര് തമ്മിലാണ് ഇപ്പൊ നിങ്ങൾ ഇതിനു തൊട്ട് മുമ്പ് കാണിച്ച ബൈറ്റിന്റെ അകത്ത് കെ മുരളീധരൻ പറയുന്നുണ്ട്, ഞങ്ങൾ എറിഞ്ഞു കൊടുത്ത എല്ലിൻ കഷ്ണം കൊടുത്ത ആ സീറ്റിലാണ് അവിടെ അവർ മത്സരിക്കുന്നത്. ഈ സഖ്യനപ്പുറത്തേക്ക് തമിഴ്നാട്ടിൽ ഇവർ തോളോട് തോൾ ചേർന്നാണ് മത്സരിക്കുന്നത്. അവിടെ CPM സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ
മാർക്സോ ഏംഗൽസോ യെച്ചൂരിയോ പോലും ഇല്ല. രാഹുൽ ഗാന്ധിയാണുള്ളത് CPM സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ. ഇവിടെ ഇത്ര ഓപ്പണായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഈ രാജ്യം മുഴുവൻ നടക്കുമ്പോൾ ഈ കേരളത്തിൽ വന്ന് ഈ മറ്റുള്ള മനുഷ്യരെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് ഇവര് പറയും നിങ്ങൾ BJPയുടെ അന്തർധാര, മറ്റൊരു പറയും അല്ല നിങ്ങളാണ് ശരി. ശ്രീ ഷാബു പ്രസാദ്, പണ്ടൊരിക്കൽ ഓർഗനൈസറിൽ RSSന്റെ സൈദ്ധാന്തികൻ R ബാലശങ്കർ പറഞ്ഞത് താങ്കൾ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP CPM ധാരണയുണ്ട് എന്ന് അദ്ദേഹം പറയുകയും അത് പലതരം വിവാദങ്ങളാകുമ്പോൾ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് പലതവണ മാധ്യമങ്ങളിൽ വന്ന വിഷയമുണ്ട്. ഞാൻ ഇടയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഓരോ രാഷ്ട്രീയ നിരീക്ഷകർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയങ്ങൾക്ക് അവരവരുടേതായ നിരീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അല്ലാതെ ഇവിടെ LDFും BJPയും കൂടെ ഒരുമിച്ചിരുന്ന ഒരു ധാരണയുണ്ടാക്കി അങ്ങനെ മത്സരിച്ചു ഇങ്ങനെ മത്സരിച്ചു, അതൊക്കെ അതൊന്നും നടക്കാത്ത കാര്യം. നിങ്ങളൊന്നും വെറുതെ നിങ്ങളുടെ സാമാന്യ ബുദ്ധി. ശരി, ഒറ്റ കാര്യം ഞാൻ ഒരു പ്രവചനത്തിനായിട്ട് ചോദിക്കുകയാണ്. താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ എന്താണ് കരുതുന്നത്? വടകരയിലും തൃശ്ശൂരിലും ആര് ജയിക്കുമെന്നാണ് കരുതുന്നത്? ഏത് വടകരയിലും തൃശ്ശൂരിലും? ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ വടകര തൃശ്ശൂർ ഞാൻ എടുത്തു പറയുന്നില്ല. കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ നേരെ റിവേഴ്സ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. കേരളത്തിൽ BJP 2 സീറ്റിൽ എന്തായാലും ജയിക്കും. ഒരു 14 സീറ്റിലെങ്കിലും LDF ആയിരിക്കും ജയിക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു ധാരണ. ഓക്കെ, ഞാൻ തിരികെ